രേണുവും അക്ബറും തമ്മിലുള്ള പ്രശ്നം ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ രേണുസുതി. രേണുസുതി ഇപ്പോഴെങ്ങും അത് തീർക്കാൻ ഉദ്ദേശമില്ല. രേണു അനുമോളോടും ശൈത്യയോടും പറയുകയാണ്, ഞാൻ ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും ഞാൻ അക്ബറിനോട് ക്ഷമിക്കാൻ പോകുന്നില്ല. അത്രമാത്രം എന്നെ ചങ്കിക്കൊള്ളിച്ചാണ് അവൻ പറഞ്ഞത്. അത്രമാത്രം മുറിവ് അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ. രണ്ടാമത്തെ ദിവസമാണ് അവൻ എന്നെ പറഞ്ഞത്. അവൻ എന്നെ പരിചയം പോലുമില്ല, എന്നിട്ടും അവൻ എന്നെ അങ്ങനെ പറഞ്ഞു. ഇനി ഞാൻ അവനോട് ക്ഷമിക്കില്ല. അതിന് ഒരു കാരണം കൂടെ രേണുസുതി പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറഞ്ഞത് പ്രകാരം അക്ബർ എന്നെ കൺവിൻസ് ചെയ്തോ എന്നറിയാൻ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് ഞങ്ങളെ രണ്ടുപേരെയും വിളിപ്പിച്ചിരുന്നു. ആ സമയത്ത് ബിഗ് ബോസ് ചോദിച്ചു, ശ്രീ മോഹൻലാൽ പറഞ്ഞത് പ്രകാരം രേണുസുതിയായിട്ടുള്ള പ്രശ്നം നിങ്ങൾ തീർത്തോ, നിങ്ങൾ സംസാരിച്ച് തീർത്തോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞാൻ പാട്ടൊക്കെ പാടി പുറകെ പോയി, പക്ഷേ രേണുസുതി അത് മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്നു. അപ്പോൾ രേണുസുതി തന്നെ പറയുന്നു, എനിക്ക് 2 ദിവസം കൂടെ സമയം വേണം ബിഗ് ബോസ്, ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് ബിഗ് ബോസ് പറയുന്നു. പിന്നീട് മിഡ് വീക്ക് എവിക്ഷൻ വന്ന സമയത്ത് അക്ബർ രേണുസുതിനെ പറഞ്ഞു, അതായത് നോമിനേറ്റ് ചെയ്തു. അത് രേണുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഒരുപക്ഷെ ക്ഷമിച്ചാണ്, പക്ഷേ അവനാണെങ്കിൽ എന്നെ കൺവിൻസ് ചെയ്യാൻ 2 ദിവസം സമയം തരണമെന്ന് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. ആ സമയത്ത് വരെ അവൻ എന്നെ നോമിനേറ്റ് ചെയ്തു. അത് അവൻ ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും അവനോട് ക്ഷമിക്കാൻ പോകുന്നില്ല. അന്ന് അങ്ങനെ പറഞ്ഞത് അവനെ എത്രമാത്രം എന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കേ അറിയത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ അവൻ എന്നെ ഈ ആഴ്ച മിഡ് വീക്ക് എവിക്ഷനിലേക്ക് നോമിനേറ്റും ചെയ്തു. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവനോട് ക്ഷമിക്കാൻ പോകുന്നില്ല. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ പോലും ഞാൻ അക്ബറിനോട് ക്ഷമിക്കാൻ പോകുന്നില്ല എന്നാണ് രേണുസുതി ഇപ്പോൾ പറയുന്നത്. ഈ ഒരു പ്രശ്നം ഇനിയും വലുതാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. അക്ബർ ഓൾറെഡി സോറി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു പരിധിയിൽ കൂടുതൽ കാല് പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. രേണുസുതിനെ സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചത്. വേറെ നമ്മുടെ അനീഷിനെ സെപ്റ്റിക് ടാങ്കിൻ്റെ അകത്ത് കിടക്കുന്ന സാധനമായിട്ടാണ് ഉപമിച്ചത്. എന്നിട്ടും അനീഷ് പറയുന്നു, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നാണ് അന്ന് അനീഷ് പറഞ്ഞത്. പക്ഷേ ഓരോരുത്തർക്കും ഹേർട്ടാകുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കാം. എന്തായാലും പക്ഷേ രേണുസുതിക്ക് വേണമെങ്കിൽ ക്ഷമിക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു മിഡ് വീക്ക് എവിഷനിലേക്ക് നോമിനേറ്റ് ചെയ്തു എന്നൊക്കെ പറയും ഒരു കാരണമായി എടുക്കുന്നത് തന്നെ മണ്ടത്തരമാണെന്ന് പറയേണ്ടി വരും. ബിഗ് ബോസ് തന്നെ എന്തെങ്കിലും ചൊറിവാക്ക് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ടാസ്ക് കൊടുത്തിരിക്കുന്നത്. ആ ടാസ്കിലാണ് അക്ബർ അങ്ങനെ ഒരു പേരിട്ടത്. പക്ഷേ അക്ബർ അത്രയും വലിയൊരു മോശമായ ഒരു പേരിട്ടതുകൊണ്ട് തന്നെ വിലക്കുന്നു, സോറി പറയാൻ പറയുന്നു. ബിഗ് ബോസും ലാലേട്ടനും പറഞ്ഞത് പ്രകാരം അക്ബർ സോറി പറഞ്ഞു. സോറി മാത്രമല്ല, കൺവിൻസ് ചെയ്യാനും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അക്ബർ രേണുസുതിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു ഒരു ചപ്പാത്തി, അതും ഹേർട്ട് ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്തു. ലാലേട്ടൻ പറഞ്ഞത് പ്രകാരം രേണുസുതിനെ കൺവിൻസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ഒരു ക്ഷമ ചോദിക്കുന്ന രീതിയിൽ ഹേർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു ചപ്പാത്തിയും ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതുകൂടാതെ രേണുസുതിക്ക് പാട്ട് പാടി കൊടുക്കുന്നു. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ അക്ബർ ചെയ്തിട്ടുണ്ട് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്ബർ ഓൾറെഡി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും രേണുസുതി അക്ബറിനോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല. ഇനി ഒരു പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനിയും രേണുസുതി ക്ഷമിക്കുന്നില്ല, ഈ ഒരു പ്രശ്നം ഇനിയും വലുതാക്കാനാണ് രേണുസുതിയുടെ ശ്രമമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് വീട്ടിൽ ഈ ഒരു പ്രശ്നം മാത്രമല്ലല്ലോ നടക്കുന്നത്, ഒരുപാട് മറ്റ് പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ ആഴ്ചയും ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് പുറത്തു വെച്ച് തീർക്കട്ടെ എന്ന് തന്നെ ചിലപ്പോൾ ബിഗ് ബോസ് പറയും. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.